ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡിങ്ങുമായിട്ടാണ്. അതും ഈ ജീപ്പ് താറുമുണ്ട്. അമ്മാതിരി ലുക്കുള്ള വണ്ടിയാണ് ജീപ്പ് താറ്. നമ്മൾ കാർ കളക്ഷനിൽ കാണിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് വെറും ഇതല്ല. ഇതിൻ്റെ ലുക്ക് മാത്രമല്ല, ഇതിൻ്റെ പെർഫോമൻസ് ആണ് അമ്മാതി പെർഫോമൻസ് ആണ് ഗൈസ്. ഈ സ്റ്റോക്ക് എൻജിന് ഫിറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എൻജിന് ഞാൻ കാണിച്ചു തരാം. ഇതാ സ്റ്റോക്ക് എൻജിൻ, ഒരു എൻജിനും പിടിപ്പിച്ചില്ല. ആകെ പിടിപ്പിച്ചതെന്ന് വെച്ചാൽ ഓഫ് റോഡ് ടയർ. എന്നിട്ടും ഗൈസ് ഈ വണ്ടിയുടെ പെർഫോമൻസ് കാണാം. അതാണ് നിങ്ങൾ കാണണ്ടേ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആദ്യം നമുക്ക് പോയി ഓഫ് റോഡ് അമ്മാതി പെർഫോമൻസാണ്. അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ലോഡാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഗെയിം ലോഡായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് ഇതിൻ്റെ ശരിക്കിലുള്ള പെർഫോമൻസാണ്. അമ്മാതി പെർഫോമൻസാണ്. നമുക്കാദ്യം മാപ്പിൽ മറ്റേ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടോ, ആ ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോകണം. നമുക്കവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഗൈസ് ഇതിൻ്റെ പെർഫോമൻസ് അവിടെ നിന്നാണ് ശരിക്കുള്ള പെർഫോമൻസ്. കാരണം സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി പക്ക പെർഫോമൻസാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ഇതാ സ്റ്റോക്ക് എഞ്ചിൻ തന്നെ ഇപ്പോൾ വണ്ടി പറക്കാൻ തുടങ്ങി. അതാണ് ഇതുണ്ട്. ഇതെല്ലാം ഈസി ആയിട്ട് പോവും. അപ്പം നമ്മുടെ എന്തായിരുന്നു ഗ്യാസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗൈസ് ഇതിൻ്റെ പെർഫോമൻസ്. അതെന്ന് വെച്ചാൽ അമ്മാതിരി പെർഫോമൻസാണ്. നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ പയ്യെ ഇറക്കുന്നുണ്ട് ഗൈസ്. ഇതാ ഇവിടെ നിന്ന് ഈ കയറ്റമല്ലേ എങ്ങനെ കയറുന്നതാണ്. ഇതുണ്ടോ എളുപ്പത്തിൽ വെറുതെ നമ്മൾ അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ കയറാം. അവിടെ നിർത്തിയിട്ട് കയറാം. ഇതെവിടെ നിർത്തി ഇതുണ്ടോ ഇതുണ്ടോ തുള്ളി തുള്ളി കയറും. കണ്ടില്ലേ? അവിടുന്ന് നിർത്തിയിട്ട് പയ്യെ പയ്യെ എന്നാലും കയറും ഗൈസ്. കയറാതെ പോവില്ല. അമ്മാതിരി പെർഫോമൻസാണ്. ഇവിടുന്ന് കൂടെ നമ്മൾ ചെയ്തത്. ഇവിടുന്ന് അമ്മാതിരി പെർഫോമൻസ് പറഞ്ഞാൽ അമ്മാതിരി. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ അമ്മാതിരി പെർഫോമൻസ് കിട്ടാൻ ഇതല്ല. ഇതുണ്ടോ എളുപ്പത്തിൽ കയറുന്നു. ആണെങ്കിൽ ഈ മല വരെ കയറും. നിന്ന് കൊടുത്താൽ മതി. നമ്മൾ സൈഡിൽ കൂടെ പോയാണ്ടാണ് നമുക്ക് നേരെ പോവാം. എളുപ്പത്തിൽ വണ്ടി കയറിപ്പോവും. എന്ത് ഈസി, തുള്ളി തുള്ളി കയറും. എളുപ്പമാണ്. അത്രയ്ക്ക് എളുപ്പം ഈ വണ്ടിക്ക്. ഇവിടെ ഒരു മരം ഉള്ളതുകൊണ്ട് ചെക്കായി ഒറ്റ തള്ളൽ. ഞാൻ ശരിക്കും കാണിച്ചറിയാം എൻ്റെ പെർഫോമൻസ്. കണ്ടേ കയറി നോക്കിയേ. ഇതുണ്ടോ ഒരു കുഴപ്പമില്ല. വണ്ടിക്ക് തുള്ളി തുള്ളി കയറുക. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വണ്ടി സസ്പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ എത്തുമ്പോൾ മറിയും. അതേ കുഴപ്പമുള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ നമ്മൾ നേരത്തെ മറിഞ്ഞായിരുന്നു. ഇനി മറിയുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി പെർഫോമൻസാണ്. അയ്യോ ഇപ്പൊ കൊക്കയിലോട്ട് പോയാനെ. കുറച്ച് ഓഫ് റോഡ് ചെയ്യാം. നിങ്ങൾ കണ്ടായിരുന്നോ വണ്ടിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അവിടം വരെ എത്തിച്ചില്ലേ? അതാ റിവേഴ്സ് എടുത്ത് കയറും വണ്ടി. സസ്പെൻഷൻ ചെടിയാ. ഫുൾ മോശം സസ്പെൻഷൻ. ഞാൻ ഫുള്ളൊന്ന് കൂട്ടി വെച്ച് അതുകൊണ്ടാണ്. ഇനി ഒരു മണിക്കൂർ എടുക്കും കഴിച്ചത് നിൽക്കണമെങ്കിൽ. ഇല്ല അമ്മാതിരി ഓഫ് റോഡിങ്. നമുക്ക് കുറച്ച് ഓഫ് റോഡെല്ലാം ചെയ്തിട്ട് വരാം ഗൈസ്. പണിയാണ്. എൻജിൻ ഡാമേജ് ആയി. ഇനിയിപ്പോൾ ഞാൻ എന്നെ ചെയ്യട്ടെ. നമുക്ക് പയ്യെ ക്രോൾ ചെയ്ത് കയറാം. ക്രോൾ ചെയ്ത് എൻജിൻ ഡാമേജ് ആയി പിന്നെ ഒന്നും പറ്റൂല. നേരെ
ഗ്യാസ് സ്റ്റേഷനിൽ പോട്ടെ ഗൈസ്, എന്നാലും ശരിയാവും. അപ്പം നമ്മൾ വണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ മലയെല്ലാം കയറ്റിയിട്ട് എൻജിൻ ചൂടായി ഡാമേജ് ആയി വണ്ടി. എനിക്ക് കുഴപ്പമില്ല ഗൈസ്, പക്ക പെർഫെക്റ്റ് ആയിട്ട് കയറും. നമുക്ക് കുറച്ച് ഓഫ് റോഡിങ് ചെയ്യാനുണ്ട്, നമുക്ക് വേഗം ചെയ്യാം, അല്ലെങ്കിൽ സമയം വൈകും. നമുക്ക് ഇവിടുന്ന് ഈ മലയും കയറ്റാം. ആ പണി പറ്റിച്ച് കണ്ടില്ലേ, മരം ഒന്ന് വെറുതെ നടുക്കം കൊണ്ടേക്കും, വണ്ടിയുടെ മുമ്പിൽ കൊണ്ടേക്കും. എങ്ങനെയൊക്കെയോ ഒന്ന് കയറി വരുമ്പോൾ അല്ലേ, എങ്ങനെയൊക്കെയോ ഒന്ന് കയറി വരുമ്പോൾ വണ്ടിയുടെ നടുക്ക് കണ്ടില്ലേ. ഇത് കണ്ടായിരുന്നു ഗൈസ്, അവിടുന്ന് കയറി വന്ന് ഇത് എവിടെ എത്തി. നമുക്കിനി താഴോട്ട് പോകും. ഇതാ ഗൈസ് ശരിക്കുള്ള ഓഫ് റോഡിങ് എന്ന് പറയാം. പക്ഷെ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ചത്തേനെ. അയ്യോ ഗൈസ്, പക്ക ഓഫ് റോഡിങ്. ഈ വണ്ടിയുടെ പെർഫോമൻസ് നോക്കി. വണ്ടി ഇപ്പം താഴെ വീഴും, പക്ഷെ അത് വീഴുമെന്ന് തോന്നും, പക്ഷെ വീഴൂല. ഇതെല്ലാം നൈസായിട്ട് കയറും. അവിടെ തുള്ളിപ്പോയിട്ട് നൈസായിട്ടൊന്ന് പാളിക്കും. പിന്നെയും മരം. ഈ മരമാണ് എൻജിൻ ഡാമേജ് ആക്കുന്നത്, കൊണ്ട് കുത്തി കയറും. ഓ ഗൈസ്, ഞാൻ എങ്ങനെയൊക്കെയോ മാറ്റി വെച്ചതാ മരത്തിൽ ഇടിക്കാതെ. നമുക്ക് തുള്ളിക്ക കുറച്ച് നേരം. യോ കാട്ടാനാണെങ്കിൽ മതവളകി ഗൈസ്, മതവളകി കാട്ടാനാണ് മതവളകി. പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ല, തുള്ളിയെ കയറുന്നേ. ഇതിനു വേണ്ടി ഒരു ലൈക്കെങ്കിലും തന്നാൽ മതി ഗൈസ്, ഒരു ലൈക്ക്. ഇപ്പം ലൈക്ക് സമയമുണ്ട്, 10 വരെ ഉണ്ടോ, അതിനുള്ളിൽ ലൈക്കണം. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ ലൈക്ക് ചെയ്തെന്ന് തോന്നുന്നു, ലൈക്ക് ചെയ്തെന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു വണ്ടി ഇപ്പം ചത്ത. ശരിക്കും ഞാൻ പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നെങ്കിലും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണം, നല്ല കാര്യം നടക്കൂല. ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അന്ന് വണ്ടി ചമ്മന്തിയായി. എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താം. എല്ലാവർക്കും ബൈ ബൈ.